രചനയാണോ സംവിധാനമാണോ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത്? രണ്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എഴുത്ത് എന്ന് പറയുന്നൊരു പരിപാടി അതൊരു എന്താ പറയുക, എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് ഗിവിങ് ബെർത്ത് ആണ്. എന്താ പറയുക, നമുക്ക് അതിൻ്റേതായ സ്ട്രെയിൻ എടുക്കണം. സംവിധാനം അതിനേക്കാളും ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വെൻ ഇറ്റ് കംസ് ടു ഡയറക്ഷൻ, അതായത് സംവിധാനം എന്ന് പറയുന്നത് ഇപ്പോൾ സാറിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ആ സാറിൻ്റെ ജോലിയുടെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിലൊരു ഭാഗം മാത്രമാണ് ഞാൻ ഒരു റൈറ്റർ എന്ന് പറയുന്നത്. സാറിനാണെങ്കിൽ ഈ ആർട്ടിസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യണം, അതുപോലെ തന്നെ എന്താ പറയുക മറ്റേ എല്ലാ ടീമുകളും, മ്യൂസിക്, ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഇതെങ്ങനെ ഒരു സീൻ, ഇപ്പോൾ ഞാൻ ഒരു സീൻ എഴുതി കൊടുത്തിരിക്കുന്ന സീൻ എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം, അതെല്ലാം ചെയ്യേണ്ടത് ഒരു ഡയറക്ടർ. സോ ഒബ്വിയസ്ലി രണ്ട് ജോലികൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. ബുദ്ധിമുട്ടുകൾ അതിൻ്റേതായതുണ്ട്. പക്ഷേ നമ്മൾ എഴുതുന്ന സാധനം, ഞാൻ ഒബ്വിയസ്ലി വേറൊരു കാര്യമുണ്ട്, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് എഴുതുന്നത് ഞാനായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബേസിക്കലി ഞാൻ ഡയറക്ടർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ എഴുത്തിലാണ്. അപ്പോൾ ഞാൻ എഴുതുന്ന സാധനം, എഴുതുന്ന ഒരു സ്ക്രിപ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്നത് തന്നെ എനിക്ക് വിൽ ബി ഈസിയർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ കുറച്ച് വിഷ്വലുകൾ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എൻ്റെ ടെക്നീഷ്യന്മാരോട് പറഞ്ഞ് സംസാരിച്ച് എനിക്ക് റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി എളുപ്പമുള്ള കാര്യം. പക്ഷേ എന്താ പറയുക, ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എഴുതുന്ന സ്ക്രിപ്റ്റിലായിരിക്കും. പക്ഷേ ഞാൻ എഴുതുന്ന സ്ക്രിപ്റ്റ് എനിക്ക് തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമുള്ള ഒരാളല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നല്ല ഡയറക്ടർമാരുണ്ട്, ഒരുപാട് ഒരുപാട് പേര് നടക്കുന്നു. സോ ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു മലയാളത്തിലൊരു 16ാമത്തെ റൈറ്ററായിട്ട് ഞാൻ ഇരിക്കുന്നതാണ് നല്ലത്. അതാണ് കുറച്ചും കൂടി. അപ്പോൾ എന്താ പറയുക, ഐ ക്യാൻ ഫോക്കസ് ഓൺ റൈറ്റിംഗ് ആൻഡ്